ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി മുഖ്യമന്ത്രിയുടെ വകുപ്പിന് എല്ലാ വകുപ്പിനും കീഴിൽ എത്ര കൺസൾട്ടൻസികളെ വെച്ചിട്ടുണ്ടോ ആ കൺസൾട്ടൻസികൾക്കെല്ലാം വളരെ കൃത്യമായി കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ മകളോ മകളുടെ കമ്പനിയോ കൈപ്പറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് AK സെൻറ്ററിലെ ഫ്ലാറ്റിൽ ആൻറ്റിയുടെ മീൻകറി ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്നേഹം എനിക്ക് എന്നും ആ കുടുംബത്തോടും എപ്പോഴും ഉണ്ട്. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതോടുകൂടി പുതിയൊരു കാൽവയ്പിലാണ് കേരളത്തിലെ BJP ഘടകം. സംസ്ഥാന നേതൃത്വത്തിലൊക്കെ തന്നെയും ഒരു പുനഃസംഘടന, വലിയ രീതിയിലൊരു അഴിച്ചുപണിയും പ്രതീക്ഷിക്കുകയാണ്. യുവ നേതൃനിരയിൽ വലിയൊരു മാറ്റവും പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് BJP നേതാവ്, ഇപ്പോൾ കേരള ഘടകത്തിൽ BJPയുടെ യുവനിരയിൽ ഒരു പ്രതീക്ഷയുള്ള മുഖവുമായി മാറി വരുന്ന അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. സ്വാഗതം. BJP സംസ്ഥാന അധ്യക്ഷൻ ബാറ്റൺ K സുരേന്ദ്രനിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിലേക്ക് കൈമാറിയപ്പോൾ ഒരു വലിയൊരു ആവേശവും ഒരു ഊർജവുമൊക്കെ കൈവന്നതുപോലെ പൊതുവെ അങ്ങനെയാണ് ഒരു ചർച്ച ഉയരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? രണ്ട് ശൈലിയുള്ള വ്യക്തിത്വങ്ങളാണ്. സംഘടനയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് K സുരേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ശൈലിയും രാജീവ് ചന്ദ്രശേഖരൻ്റെ ശൈലിയും രണ്ടും വ്യത്യാസമാണ്. ടെക്നോളജി യൂസ് ചെയ്യുന്ന കാര്യത്തിൽ, പിന്നെ വളരെ ചടുലമായ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ മറ്റൊരു ശൈലി സ്വീകരിക്കും. കുറച്ചുകൂടെ ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാളാണ് സുരേന്ദ്രൻ ചേട്ടൻ. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പം അദ്ദേഹത്തോടൊപ്പം ഇവരെ ഈ ടീം ഫുൾ ഇപ്പം എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം രംഗത്തിറങ്ങി നിൽക്കില്ല. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളെല്ലാവരും കാണുന്നത്, എല്ലാ ദിവസവും എല്ലാവരും ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത് ഒരു വലിയ ടീം വർക്ക് നടക്കുന്നു. അതിൻ്റെ വലിയ സന്തോഷമുണ്ട്. മുതിർന്ന നേതാക്കളെയും യുവാക്കളെയും പരിചയസമ്പന്നരെയും ഒക്കെ ഒരുപോലെ ഒപ്പം നിർത്തിയുള്ളൊരു പുനഃസംഘടന പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ യുവാക്കളുടെ നിരയിലൊക്കെ ഷോൺ ജോർജിൻ്റെയൊക്കെ പേർക്ക് വലിയ രീതിയിലൊക്കെയാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു പുതിയൊരു വേറൊരു രണ്ടാം നിര നേതാക്കൾ അല്ലെങ്കിൽ വേറൊരു തലമുറ നേതാക്കളെ വാർത്തെടുക്കുകയാണോ BJP? ഷോൺ ജോർജിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം എൻ്റെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കൂടുതൽ. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതിൽ BJPയുടേതായ ഒരു സിസ്റ്റമുണ്ട്. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റ് വെച്ചാൽ നിയോജകമണ്ഡലം സംഘടന മണ്ഡലം പ്രസിഡന്റുമാർ 45 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ 45 വയസ്സിൽ താഴെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ ജനറേഷനിലേക്ക് എല്ലാ നിയോജകമണ്ഡലത്തിലെയും പ്രസിഡന്റുമാർ അതെല്ലാവരും ഒരു 35 മുതൽ 45 ഇടയിലുള്ള ആളുകൾ വരുമ്പോൾ അതിന് പുതിയൊരു മുഖം കിട്ടുകയാണ്. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാർ 45 മുതൽ 60 വയസ്സിനിടയിലായിരിക്കണമെന്ന് കർശന നിർദ്ദേശമുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു തലമുറ മാറ്റം ഉണ്ടാകുന്നു, കൂടുതൽ നല്ല നേതൃനിരയെ വാർത്തെടുക്കുന്നു. അത് ഓൾ ഇന്ത്യ ലെവലിലാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളെ സംഘടനാ മണ്ഡലങ്ങളായിട്ട് തിരിക്കുമ്പോൾ 280 സംഘടനാ മണ്ഡലങ്ങളാണ്. ഇപ്പോൾ 250 മണ്ഡലം പ്രസിഡന്റുമാർ 45 വയസ്സിൽ താഴെയുള്ളവരാണ് ഇപ്പോൾ നിലവിൽ തിരഞ്ഞെടുക്കുക കഴിഞ്ഞതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലാകുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ്? ഒരു പുതിയ മുഖത്തെ എപ്പോഴും BJP റിസർവ് ചെയ്ത് വെക്കുന്നു. അതിൽ പാർട്ടിയുടെ ഒരു സിസ്റ്റം നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. സംസ്ഥാന പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും നേരിടുന്ന വിവാദങ്ങളൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദം വീണ വിജയനും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. കോടതിയിൽ നിയമപരമായൊരു കേസുമായി മുന്നോട്ട് പോകുകയും അതിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് താങ്കൾ. ഇനി അങ്ങോട്ട് ഈ കേസിൻ്റെയൊക്കെ ഒരു മുന്നോട്ടുള്ള പോക്കിൽ ഏതെങ്കിലും രീതിയിൽ CPMനോ സർക്കാരിനോ ഒക്കെ ഒരു വിലങ്ങ് തടിയായി മാറുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് എന്നെ ഉദ്ദേശിച്ചുള്ള കേസാണ്, അദ്ദേഹത്തെ തന്നെ ഉദ്ദേശിച്ചുള്ള കേസാണ്. ഇപ്പോൾ വീണ വിജയൻ എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയെ പോലെ ഒരു സാധാരണ പെൺകുട്ടി. അവർക്ക് കൈക്കൂലി കൊടുക്കേണ്ട കാര്യം ഒരു കമ്പനിക്കില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് വീണ വിജയന് കൈക്കൂലി കൊടുക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ആ കൈക്കൂലി എന്ന് പറയുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. 2019 ഈ കാര്യങ്ങൾ നടക്കുന്നത്. 2019 അത് PCIT പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൻ്റെ റിപ്പോർട്ടിലും അതിനുശേഷം വന്ന ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ സമ്പൂർണ്ണ റിപ്പോർട്ടിലും എ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ടു ദ കമ്പനി എന്ന് കൃത്യമായി ഇത് ആർക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളതിന് ഉത്തരം എ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ടു ദ കമ്പനി എന്ന് അതുമാത്രം PV എന്നതിൻ്റെ ഫുൾ ഫോമും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും ഇത് എൻ്റെ ചോര കുടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, അതിനുവേണ്ടി തന്നെയാണ്. കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് വ്യക്തിപരമായി ഞാൻ പറയാമല്ലോ,
ഒരു നിമിഷം പോലും പിണറായി വിജയൻ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. ഈ നാടിനെ ഇത്രയേറെ കട്ടുമുടിച്ചിട്ടുള്ള, ഞാൻ ഇത് മാത്രമല്ല, ഇതൊരു വശം മാത്രം, ഇതെനിക്ക് തെളിവ് കിട്ടിയ ഒരേ ഒരു കേസാണ്. എനിക്ക് തെളിവില്ലാത്ത ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി മുഖ്യമന്ത്രിയുടെ വകുപ്പിന്, എല്ലാ വകുപ്പിൻ്റെ കീഴിൽ, മുഖ്യമന്ത്രി ഭരിക്കുന്ന എല്ലാ വകുപ്പിന് കീഴിൽ എത്ര കൺസൾട്ടൻസികളെ വെച്ചിട്ടുണ്ടോ ആ കൺസൾട്ടൻസികൾക്കെല്ലാം വളരെ കൃത്യമായി കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ മകളോ മകളുടെ കമ്പനിയോ കൈപ്പറ്റിയിട്ടുണ്ട്. അതിന് തെളിവ് നമ്മുടെ കയ്യിലുള്ളത് ഇത് മാത്രമായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിദേശ ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇതെല്ലാം ഉള്ളതാണ്. എപ്പോഴും ഞാൻ പറയാം, ഇത്രയും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഞാൻ ഉന്നയിക്കുന്നത്. എനിക്കെതിരെ എന്താ അവർ കേസ് കൊടുക്കാത്തത്? കേസ് കൊടുത്താൽ എനിക്കത് തെളിയിക്കാൻ കൂടുതൽ ബലമാകുമെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ എനിക്ക് ആ വിവരങ്ങൾ തന്നതൊന്നും അന്തരീക്ഷത്തിൽ നിന്നൊന്നുമല്ല, എനിക്ക് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ വിദേശ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ച് സംസാരിച്ചത്. കേരളത്തിൻ്റെ അവകാശപ്പെട്ട, എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട, ഒരുപക്ഷെ ഗൾഫ് നാടിന് വെണ്ണ എങ്ങനെയാണ് അല്ലെങ്കിൽ പെട്രോൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വിലപ്പെട്ടതാണ് കേരള തീരത്തെ കരിമണൽ അല്ലെങ്കിൽ ധാതുമണൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഇലുമിനേറ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ അതിനകത്ത് 0.4% തോറിയം അടങ്ങിയിരിക്കുന്നു. തോറിയം വലിയ രീതിയിൽ, പ്രത്യേകിച്ചും അമ്പലപ്പുഴ, ആറാട്ടുപുഴ, തോട്ടപ്പള്ളി മേഖലയിലെ കരിമണലിൽ വലിയ രീതിയിൽ തോറിയത്തിൻ്റെ അംശമുണ്ട്. തോറിയത്തിൻ്റെ അംശം അതും നിയമസഭാ രേഖകളിൽ തന്നെ ഉണ്ടത്, തോറിയത്തിൻ്റെ അംശമുണ്ടത്. അങ്ങനെ തോറിയം എന്ന് പറയുന്നത് അറ്റം ബോംബുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അറ്റം ബോംബുകൾ ഉണ്ടാക്കുന്നതിനും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും റോക്കറ്റ് ഉൾപ്പെടെയുള്ള ലോഞ്ചിങ്ങിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ വിലയെന്തെന്നറിയോ? ഒരു M³ 4.5 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. എത്രയോ വർഷമായി, കഴിഞ്ഞൊരു 10-12 വർഷമായി ഈ നാട്ടിൽ നിന്ന് ഈ മണൽ ലൂട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുന്നു. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു? ഇപ്പം ഇവിടുന്ന് എടുക്കുന്ന മണ്ണ് അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തു മാറ്റിയ മണ്ണ് ഈ രാജ്യത്ത് തന്നെ ബോംബ് പൊട്ടിക്കാൻ ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൂ. പക്ഷേ അത് എങ്ങോട്ടാണ് പോയേക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ? ഇതെങ്ങോട്ട് പോയി, ആരുപയോഗിച്ചു നമുക്കറിയാൻ പറ്റുമോ? 100%. ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ 2019 വരെയുള്ള കാര്യം ഇത് പറഞ്ഞു. 19-ന് ശേഷം ഈ കഴിഞ്ഞ ഡിസംബർ വരെ മണൽ വാരിയിട്ടുണ്ട് അവിടെ നിന്ന്. അതെന്താ? ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെറും ഒരു സാധാരണ ഓർഡറിൻ്റെ മറവിലാണ് ആ മണൽ വാരിയിട്ടുള്ളത്. ഇറിഗേഷൻ വകുപ്പിനെയും കൊണ്ട് 464 രൂപയ്ക്ക് ടെൻഡർ ചെയ്യിപ്പിച്ചിട്ട് ഒരു M³ 15,000 രൂപ വിലയുള്ള കരിമണൽ 464 രൂപയ്ക്ക് എത്രയോ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്നു. അതിന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഭരണത്തിലിരുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഇതിനേക്കാൾ സുഖമായൊരു സാധനമില്ല. ഒരു എണ്ണപ്പാടം സ്വന്തമായിട്ട് കിട്ടുന്നതിൻ്റെ തുല്യമല്ലേ നമ്മുടെ നാടിനെ കൊള്ളയടിച്ച്. ഈ കേസിൻ്റെ, വീണ വിജയൻ്റെയൊക്കെ ഒരു ഭാവി എങ്ങനെയായിരിക്കും ഇനി? ഈ കേസിൽ ഇപ്പോൾ ED SFIയുടെ റിപ്പോർട്ടിൻ്റെ കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024 ED ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ECRൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രൈം, ഒരു ഒഫൻസ് രജിസ്റ്റർ ചെയ്യണം, ഒരു പ്രെഡിക്റ്റേറ്റ് ഒഫൻസ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അത് ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR വേണം. അപ്പോൾ ഈ ECR രജിസ്റ്റർ ചെയ്ത് ED ലോക്കൽ പോലീസിന്, കേരള പോലീസിന് ഒരു കത്ത് കൊടുക്കുന്നു. ഇപ്പോൾ പലപ്പോഴും ആരും പറയാത്തൊരു വിഷയമാണ് ഇത്. കേരള പോലീസിന് കത്ത് കൊടുത്തു, ഇങ്ങനെ ഈ കേസിൽ ഒരു ഒഫൻസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുവരെയും കേരള പോലീസ് അതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം പിണറായി വിജയൻ ഭരിക്കുന്ന കേരള പോലീസ് പിണറായിയുടെ മകൾക്കെതിരെ ഒരു FIR ഇടുക എന്ന് പറയുന്നത് നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. മറ്റേ വിജിലൻസ് കേസ് പോലെയാണ്, നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ അതിനുശേഷം ഈ ED CMR ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും അവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CMRൽ ഒരു ഹർജി കൊടുക്കുകയും ഏറെക്കുറെ ആ ഹർജിയോടുകൂടി ഈ പ്രെഡിക്റ്റേറ്റ് ഒഫൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ EDയെ സംബന്ധിച്ചിടത്തോളം അത് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ SFIO സെക്ഷൻ 447 അനുസരിച്ചുള്ളൊരു ഒഫൻസ് സ്പെഷ്യൽ കോർട്ടിൽ എറണാകുളം 7 സ്പെഷ്യൽ കോർട്ട് 7-ൽ SFIO കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അത് ഫയൽ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്ത് EDക്ക് കുറവുണ്ടായിരുന്നു, ആ പ്രെഡിക്റ്റേറ്റ് ഒഫൻസ് ഇപ്പോൾ 447 അനുസരിച്ച് അവർക്ക് ലഭിച്ചു. ഇനി EDക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാൻ യാതൊരു തടസ്സമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, എന്തിനു വേണ്ടി ഈ കൈക്കൂലി കൊടുത്തു? ആരും ചോദിക്കുന്നൊരു, എന്തിനാണ് ഇത്ര ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അതും ഒരു KSIDC പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഷെയർ ഉള്ളൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി 182 കോടി രൂപ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്നു. എന്തിനു കൊടുത്തു? അപ്പോൾ അതിനേക്കാൾ കൂടിയൊരു ഫേവർ 182 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 കോടി രൂപയുടെ ഫേവർ കിട്ടിയാലേ 182 കോടി രൂപ വിതരണം ചെയ്യുള്ളൂ സ്വാഭാവികമായി. അപ്പോൾ അതിന് മാത്രം വലിയ ഫേവർ ഇവർക്ക് ആര് കൊടുത്തു, എന്ത് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, ആരൊക്കെ ചെയ്തു?
ആരൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ ഇവരെ സഹായിച്ചു. ഇതൊന്നും ഷോൺ ജോർജിന് മാത്രം തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവിടെ ഇനി ഒരു അഴിമതി നിരോധന നിയമപ്രകാരമുള്ളൊരു ഏജൻസി, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ CBIയുടെ അന്വേഷണവും ഈ കേസിൽ ആവശ്യമാണ്. അപ്പോൾ SFI അന്വേഷണത്തിന് ശേഷം ഇ ഡി ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ CBI കടന്നു വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ അന്വേഷണ ഇപ്പോഴത്തെ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇത് ഈ CMRL കേസുമായി ബന്ധപ്പെട്ട് മാത്രം കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ എൻ്റെ പരാതി അതിന് മാത്രമല്ല, വീണ വിജയൻ്റെ എക്സാലോജി കമ്പനി 2021 അടച്ചുപൂട്ടാനുള്ള അപേക്ഷ അതിനകത്ത് ഫ്രോഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഇനി അഡീഷണൽ ആയിട്ടൊരു ചാർജും കൂടെ വരേണ്ടതായിട്ടുണ്ട്. വന്നില്ലെങ്കിൽ പുതിയ പരാതി ഉണ്ടാവും. ഇനി അടുത്തത് ഇവിടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സ്വാഭാവികമായിട്ടും സെബിയുടെ, ഞാൻ CMRL ഒരു ഷെയർ ഹോൾഡർ, എനിക്ക് 3 ഷെയർ ഉള്ളത്, ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടി മേടിച്ചാട്ടോ. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ പണമാണല്ലോ വഞ്ചിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 212(11) അനുസരിച്ച് ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ഞങ്ങളുടെ കയ്യിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ കയ്യിൽ നിന്നും ഈ കമ്പനി എടുത്തുകൊണ്ടുപോയ പണം ഇത് കൈപ്പറ്റിയ വ്യക്തികളിൽ നിന്നും തിരികെ പിടിക്കണം. അപ്പോൾ സംസ്ഥാന സർക്കാരിന് 25 കോടി രൂപ എൻ്റെ കേസിലൂടെ തിരികെ കിട്ടണം, അല്ലാതെ ഇത് അവസാനിക്കില്ല. ഈ കർത്തയുടെ കമ്പനിക്കെതിരെയാണോ ശരിക്കും താങ്കൾക്ക്, എക്സാലോജിക്ക് അതിനെതിരെയാണോ ശരിക്കും താങ്കൾ, എന്താണ് താങ്കളുടെ നിയമം? മുഖ്യമന്ത്രിക്കെതിരെയാണ്. ഈ നാട്ടിൽ നടക്കുന്ന ഒരു അഴിമതിക്കെതിരെയാണ്. CMRL കമ്പനിയെ കുറ്റം പറയാം. അവർക്ക് അവരുടെ റോ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി അവരെ ആർക്കും കൈക്കൂലി കൊടുക്കും. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന എന്തിനാണ്? ബിസിനസ്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ജോലി. അതിലാണല്ലോ ബിസിനസ്സിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ലാഭം ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാനുള്ള ഒരു ജോലി എന്നുള്ളതാണല്ലോ ഡെഫിനേഷൻ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ CMRL ചെയ്തതല്ലോ തെറ്റ്. CMRL അവരുടെ ഷെയർ ഹോൾഡേഴ്സിനോട് ചെയ്ത തെറ്റാണ്. എങ്കിൽ പോലും അവിടെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് ഈ സംസ്ഥാനത്തിൻ്റെ മുതൽ കള്ളയടിക്കാൻ കൂട്ടുനിന്ന മുഖ്യമന്ത്രിയാണ് തെറ്റുകാരൻ. ആ ഭരണകൂട അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് എനിക്ക് മുൻഗണന. അപ്പോൾ നിങ്ങൾ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്? 100%. അതിൻ്റെ സംശയം മുഖ്യമന്ത്രി തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാൽ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? മുഖ്യമന്ത്രിയല്ല ഇതിനകത്ത് കുറ്റക്കാരൻ. വീണ വിജയൻ ഒരു സ്ത്രീ, എവിടെ കിടക്കുന്ന ഒരു സ്ത്രീയെ വീണ തൈക്കണ്ടിയിൽ, അവർ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ അവർക്ക് ഈ പണം കിട്ടിയത്. അവർക്ക് ഈ പണം CMRL കൊടുത്തത്. അപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ആണെങ്കിൽ CMRL ആ പൈസ തരും? ഇല്ല. മുഖ്യമന്ത്രിയുടെ അധികാരം അവർക്ക് അവരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി അധികാരം ഉപയോഗിച്ച് അവർക്ക് ചെയ്തു കൊടുത്ത ഫേവറുകൾക്കാണ് മുഖ്യമന്ത്രി പൈസ കൊടുത്തിട്ട് ഈ വീണ വിജയൻ ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് കുറ്റക്കാരൻ മുഖ്യമന്ത്രി മാത്രമാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ആയി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കുറ്റമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരാരോപണമില്ല. എന്നിട്ടും അദ്ദേഹം മാറുന്നു. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയാണ് കുറ്റക്കാരൻ. ഇവിടെ എന്നോടും നിങ്ങളോടും സമാധാനം പറയേണ്ട ഉത്തരവാദിത്വം വീണക്കുണ്ടോ? ഇല്ല. ഷീസ് ആൻ ഇൻഡിവിജ്വൽ. ഒരു കമ്പനി നടത്തുന്നു, നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. CMRL പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. CMRL ഉത്തരവാദിത്തമുണ്ട്. കാരണം KSIDC എനിക്ക് നിങ്ങൾക്കും കൂടെ ഉടമസ്ഥയുള്ള കമ്പനിയാണ്. പക്ഷേ ഇവിടെ കുറ്റക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് രാഷ്ട്രീയം കാണണ്ട. കോടിയേരി ബാലകൃഷ്ണൻ മാറി എന്നതിൻ്റെ 10-1 മര്യാദ ഉണ്ടെങ്കിൽ തനിക്കെതിരെ വന്ന ആരോപണത്തിൽ മാറി നിൽക്കാനോ വിശദീകരിക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി നേതാക്കന്മാർ മത്സരിക്കാൻ ഇന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. എന്താ? SFIO അന്വേഷണം വന്ന് PC ജോർജ്, ഷോൺ ജോർജും ഡൽഹിയിൽ പോയി പാർട്ടി ചേർന്ന ദിവസമാണ്. ഇത് സഹാക്കന്മാരോട് പറഞ്ഞാലും വിശ്വസിക്കുമോ? കാരണം ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ജനുവരി മാസം 10-ാം തീയതി 210 അനുസരിച്ചുള്ള എൻക്വയറി പ്രഖ്യാപിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് കോടതി ഹാജരാക്കിയപ്പോൾ കോടതി അവരോട് SFIയോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് SFIO അന്വേഷിക്കാനുള്ള സെക്ഷൻ 212 അനുസരിച്ച് SFI അന്വേഷിക്കാനുള്ള ഗ്രൗണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ എൻക്വയറി വെച്ചാൽ? അപ്പോൾ അവർ പറഞ്ഞു, ഇറ്റ്സ് എ പ്രൈമറി എൻക്വയറി, ഒരു പ്രിലിമിനറി എൻക്വയറിയാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത സിറ്റിങ്ങിന് മുമ്പ് ഞങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് ഹാജരാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ സിറ്റിംഗ് ഫെബ്രുവരി 4-നാണ്. ഫെബ്രുവരി 4-ന് 4 ദിവസം മുമ്പ് 31-ാം തീയതി അന്വേഷണം പ്രഖ്യാപിച്ചു. അന്ന് PC ജോർജും ഷോൺ ജോർജും BJP ചേർന്ന ദിവസമാണ്. അതിന് ഞങ്ങൾക്കുള്ള സമ്മാനമായിരുന്നു അത്. ഈ ആരോപണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ 2 ദിവസം ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നൊരു കടയാണെങ്കിൽ 2 ദിവസം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചാൽ പോരെ? അന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ കൊച്ചു പിള്ളേരോട് പോലും പറയാൻ കൊള്ളുകയില്ലാത്ത ഒരു ന്യായീകരണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ സ്ഥിരമായിട്ട് ഇപ്പോൾ പറയുന്നത് 3 വിജിലൻസ് കോടതി തള്ളിയ കേസാണ്. അപ്പോൾ 3 ഹൈക്കോടതി ഈ അന്വേഷണം നടത്തണമെന്ന്, അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകർ പറന്നിറങ്ങിയിട്ടും അതിശക്തമായി കേരള ഹൈക്കോടതി 2 കേസിലും, ബാംഗ്ലൂർ ഹൈക്കോടതിയും ഇപ്പം ഡൽഹി ഹൈക്കോടതിയിലിരിക്കുന്നു.
പറഞ്ഞ കേസാണ് പറയുന്നത് വിജിലൻസിൻ്റെ കേസ് ഇതുമായിട്ട് യാതൊരു ബന്ധവും. ഇറ്റ്സ് എ കോർപ്പറേറ്റ് ഫ്രോഡ്. ഈ കേസ് നടന്നിട്ടുള്ളത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ്. ആ കോർപ്പറേറ്റ് ഫ്രോഡും ഈ വിജിലൻസ് കേസിന് ആസ്പദമായി ഇവർ കൊടുത്ത രേഖകളൊന്നും തമ്മിൽ യാതൊരു ബന്ധമില്ല. കാരണം പിണറായി നേരിട്ട് ഇതിനകത്ത് എന്ത് ഫേവറിസമാണ് കൊടുത്തതെന്നുള്ളത് നമുക്ക് പറയാം. അത് തെളിയിക്കാൻ പറ്റുന്ന മന്ത്രിസഭാ രേഖകളൊന്നുമില്ല. കാരണം ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും ഉണ്ടായ ഒരു ഉത്തരവിൻ്റെ മറവിൽ നടക്കുന്ന കൊള്ളയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നത്. അതിലെങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫേവറിസം കാണിക്കുന്നത്? അതിനകത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അത് കാണിക്കാൻ, അത് തെളിയിക്കാൻ ആ വിജിലൻസ് കേസിൻ്റെ പരാതിയായിട്ട് പോയവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പോയത്. പക്ഷേ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് കോർപ്പറേറ്റ് ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യവും വ്യക്തവുമായി എല്ലാ കോടതികളും ഈ അന്വേഷണം നടക്കേണ്ട ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഇവിടെ KSIDC മാത്രം എനിക്ക് തോന്നുന്നു അഭിഭാഷകർക്ക് ഫീസായിട്ട് 1.5 കോടി രൂപയിലധികമാണ്. ഏത് തങ്ങൾ കൂടി പങ്കാളിയായ ഒരു കമ്പനിയിൽ അഴിമതി നടന്നു എന്ന് ഒരു ഓതറൈസ്ഡ് ഏജൻസി കണ്ടെത്തി, സർക്കാർ ഏജൻസി കണ്ടെത്തിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുടക്കിയത് 1.5 കോടി രൂപ കണ്ട. എന്താ ഈ നാടിൻ്റെ അവസ്ഥ? അപ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ അത് അന്വേഷിക്കണ്ടേ? ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, എൻ്റെ നിങ്ങളുടെ സ്വത്തല്ലേ? അപ്പോൾ നിങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചാണ് കേരള ഹൈക്കോടതി അത് അവരുടെ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തത്. കോടിയേരി ബാലകൃഷ്ണന് അന്ന് കാണിച്ചൊരു മാന്യതയുടെ ഒരു പകുതി പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നില്ല എന്നാണ്. CPM അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആ ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെടുത്തി എന്ന്, അതായത് ആ ഒരു അപ്പോൾ നൽകിയ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഒരു അംശം പോലും അന്ന് CPM ഒരു നേതാക്കളുടെ ഭാഗത്തു നിന്നും കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായ ആ ഒരു ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി ഒറ്റപ്പെടുത്തുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പിതാവിനെ പോലെ കണ്ടിരുന്നൊരു മനുഷ്യനാണ്. എനിക്കേറെ സ്നേഹമുള്ള, ഒത്തിരി ആ വീട്ടിൽ നിന്നും കഞ്ഞി കുടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ ഒരു പുത്രനെ പോലെ വാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്നതാണ്. എന്നെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മരണം എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചൊരു മകൻ്റെ കടമ പോലെ ഞാൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ചെയ്തേരിയുന്നോടം വരെ നോക്കി നിന്നിട്ട് തിരികെ പോരുകയാണ് ചെയ്തത്. അദ്ദേഹത്തോട് പാർട്ടി ചെയ്ത് ശരിയാണെന്ന് പാർട്ടിയാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാനൊരു പാർട്ടിക്കാരനല്ലല്ലോ. പക്ഷേ പുറത്തുനിന്ന് വീക്ഷിക്കുന്നൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പാർട്ടി ചെയ്തത് തെറ്റാണ്. ഇന്ന് പാർട്ടി ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തെറ്റ്. പാർട്ടി അന്ന് ചെയ്ത തെറ്റെന്നല്ല. ആരോപണം ഉണ്ടായാൽ ആരോപണ വിധേയൻ്റെ അച്ഛൻ മാറി നിൽക്കുന്ന അച്ഛൻ, അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നു, തെറ്റില്ല. പക്ഷേ അത് എല്ലാവർക്കും ബാധകമായിരിക്കണം. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒരു നിയമവും കോടിയേരി ബാലകൃഷ്ണൻ ഒരു നിയമവും ആകരുത്. രണ്ടും ഒരേപോലെ ആയിരിക്കണം. ബിനീഷ്, താങ്കൾ ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരുമിച്ച് ലോ കോളേജിൽ ഉണ്ടായിരുന്നവരാണ്, ഏറ്റവും നല്ല സുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്? ഒരുമിച്ച് തന്നെയാണോ ഓഫീസിലൊക്കെ? ഒരുമിച്ചാണ് ഓഫീസുള്ളത്. ബിനീഷ് ഇപ്പം ഞങ്ങൾ എല്ലാം പല ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം വരെ ആയിരുന്നു ഞാൻ കൂടുതൽ ഓഫീസ്, 3 ദിവസമേ പരമാവധി എനിക്ക് ഓഫീസിൽ പോകാൻ കഴിയാറുണ്ടായിരുന്നുള്ളൂ. BJP ചേർന്നതിന് ശേഷം എൻ്റെ ഷെഡ്യൂൾ ഇച്ചിരി ബിസിയായി. അപ്പോൾ എൻ്റെ ഓഫീസ് കാര്യങ്ങൾ വളരെ പരിമിതമായി. എന്നാലും ഓഫീസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങളുടെ 3ാമത്തെ ആൾ നിനു നല്ല രീതിയിൽ ഓഫീസ് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇപ്പോഴും ഓടിയെത്തുന്നുണ്ട് ഓഫീസിൽ. ഒരു ദിവസം എനിക്ക് ഇപ്പോൾ ഓഫീസിൽ നിൽക്കാൻ കഴിയുന്നുള്ളൂ. ബിനീഷ് ഈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ KCAയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ബിനീഷ് ഫുൾ ടൈം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ക്രിക്കറ്റിൽ സജീവമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും അധികം ദിവസം ഓഫീസിലെത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ദിവസം വഞ്ചൂർ പോകാറുണ്ട്. അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ കണ്ട എല്ലാവരും പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ട രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ അലമ്പുണ്ടാക്കുന്ന ദിവസമില്ല. എന്നാൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂടപ്പറപ്പിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് എല്ലാവരും. അത് ബിനീഷ് മാത്രമല്ല, വിനോദിനി ആൻറ്റി ആണെങ്കിലും ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊത്തിരി ചോറ് വിളമ്പി തന്ന, ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയൊന്നുമില്ല ഇവിടെ. എനിക്ക് വീട്ടിൽ നിന്ന് ചോറ് ഏറ്റവും കൂടുതൽ വിളമ്പി തന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഞാൻ ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് AK സെൻറ്ററിലെ ഫ്ലാറ്റിലെ ആൻറ്റിയുടെ മീൻകറി ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്നേഹം എനിക്ക് എന്നും ആ കുടുംബത്തോടും എപ്പോഴും ഉണ്ട്. കോടിയേരി സഖാവിനോടും ആ ഒരു, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പനെ പോലെ എന്നെ കരുതിയ, എന്നെ വഴക്ക് പറയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഉപദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു സ്നേഹം എന്നും ആ മനുഷ്യനോട് എനിക്കുണ്ട്. ബിനീഷിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ജയിൽവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് ഓഫീസ് തുടങ്ങാൻ ആലോചിച്ചപ്പം കോടിയേരികളാണ് പറഞ്ഞത്, ബിനീഷും നിങ്ങൾ ഒരുമിച്ച് വേണം, ഒരുമിച്ച് ആണ് നല്ലത്, അപ്പോൾ ഇനി പ്രൊഫഷനിലേക്ക് തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് അത് നിർദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾ കുഞ്ഞിലേ മുതൽ ഒരുമിച്ച് വളർന്നതാണ്. അപ്പോൾ ഒരുമിച്ച് ഒരു ഓഫീസ് തുടങ്ങി ഒരുമിച്ച് പോകാം എന്നുള്ളൊരു ചിന്താഗതി നമുക്കിടയിലുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയം ഞാൻ പറയാമല്ലോ, എപ്പോഴും നമ്മളൊക്കെ പല ധ്രുവങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല.
എന്നാൽ ജയിൽവാസവും ഒക്കെ കോടിയേരി ഞങ്ങളെ കഴിയുന്ന നിയമപരമായ എല്ലാ സഹായങ്ങളും ബിനീഷിൻ്റെ ജയിൽവാസ സമയത്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യമുണ്ടല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ടെലിവിഷൻ ചാനലിൽ പറയാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ നിയമപരമായുള്ളതെല്ലാം ഞങ്ങളെല്ലാം, ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു പറ്റം സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ച ഒരു പറ്റം സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാവരും ആ കുടുംബത്തോടൊപ്പം ആ ക്രൈസിസ് സമയത്ത് ഞങ്ങളെല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. പലപ്പോഴും വീണ വിജയനെതിരെ എക്സാലോജിക്കിനെതിരായ പല രേഖകളുമൊക്കെ ബിനീഷ് കോടിയേരി മുമ്പ് അച്ഛൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തുള്ള ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് താങ്കൾക്ക് തരുന്നുണ്ട് എന്ന്, നിങ്ങൾ തമ്മിൽ ആ സൗഹൃദം ആ രീതിയിൽ മുതലാക്കപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ ചില ചർച്ചകളും അങ്ങനെ ഒരു കരക്കമ്പിയൊക്കെ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. അതെന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ? ബിനീഷിന് അച്ഛൻ ആഭ്യന്തരമന്ത്രിയായത് 2006-2011 ഈ കേസ് അന്ന് ഉദയം ചെയ്തിട്ട് പോലുമില്ല. പിന്നെ എനിക്ക് ഈ കേസിൽ ആരുടെയും, എൻ്റെ പിതാവ് ശ്രീ PC ജോർജിൻ്റെ സഹായം പോലും ഞാൻ മേടിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. എനിക്ക് എൻ്റെയും എടുത്തു പറയേണ്ട ഒരു വ്യക്തി, അദ്ദേഹം പേര് പറയുന്നത് ഇഷ്ടമുള്ളതല്ല, എൻ്റെ സഹോദരനെ പോലെ ഞാൻ കരുതുന്ന ഒരു അഭിഭാഷകൻ, അദ്ദേഹമാണ് എന്നെ ഏറ്റവും അധികം സഹായിച്ചത്. അത് എൻ്റെ കുടുംബമാണ്, എൻ്റെ ചേട്ടനാണ്, എൻ്റെ ചേച്ചിയാണ്, അത്രയും ആത്മബന്ധമുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബമാണ്, അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ, അവരുടെ ഓഫീസും എൻ്റെ ഓഫീസും മാത്രമല്ല ഒരു പറ്റം അഭിഭാഷകർ എന്നോടൊപ്പം നിലകൊണ്ടു. അവർക്കെല്ലാം വേറെ ഒരു സ്വാർത്ഥ താല്പര്യം, ഞാൻ പറഞ്ഞില്ലേ, എനിക്കെതിരെ കേസ് കളിക്കാൻ മാത്രം ഇതുവരെ അവർ ചെലവഴിച്ചിട്ട് 8-9 കോടി രൂപയാണ്. ഞാൻ എൻ്റെ ഒരു പറ്റം നല്ല സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ഞാൻ ഈ കേസ് ഉടൻ വരെ എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈ കേസിൽ ആരുടെയും സഹായം ആവശ്യമില്ല. എന്നാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് BJP ആണ്, CPM അല്ല. കോൺഗ്രസിന് സംഘടനാ ശേഷിയില്ല, തകർന്നിരിക്കുന്നു. ഇങ്ങനെ മതം മാറ്റുന്നവരുടെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലേ? നമ്പൂരിക്കുട്ടി 5 ലക്ഷം, നായരുകുട്ടി 4 ലക്ഷം, ക്രിസ്ത്യാനിക്കുട്ടി 4 ലക്ഷം, ഈഴക്കുട്ടി 3 ലക്ഷം. അപ്പോൾ ഷോൺ ജോർജ് ശരിക്കും പാർവതി വിവാഹം കഴിക്കുമ്പോൾ ഔദ്യോഗികമായി ക്രൈസ്തവ മതത്തിലേക്ക് മാറി മാമോദിസ മുക്കി തന്നെയാണോ ആ വിവാഹം നടന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. പേരും മാറ്റി. വരുന്ന 26 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരുന്നത് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു നേതാവായിരിക്കും.